നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ മണ്ഡലം വീണ്ടും കടുത്ത ചൂടിലേക്ക് കുത്തനെ തള്ളപ്പെട്ടിരിക്കുകയാണ്. ICC പ്രോസിക്യൂട്ടർമാർ വീണ്ടും സ്ഥിരീകരിച്ച പുടിന്റെ അറസ്റ്റ് വാറണ്ട് റഷ്യൻ ശക്തിയുടെ ഭിത്തിയിൽ ഭീമമായ ഒരു വിള്ളൽ തീർത്തുവെങ്കിലും അതിനു പിന്നിൽ നടക്കുന്ന വലിയ കളി വെറും നിയമ നടപടി മാത്രമല്ല. ലോകശക്തികളുടെ പുനഃക്രമീകരണത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഈ തീരുമാനം ഭൂമധ്യരേഖ കടന്നെത്തുമ്പോൾ പുടിന്റെ അറസ്റ്റിനുള്ള സാധ്യതയുള്ള വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. യുക്രൈനിൽ നിന്ന് കുട്ടികളെ റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശത്തേക്ക് തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണത്തിലെ പങ്കാളിത്തത്തിന്റെ പേരിലാണ് വ്ളാഡിമിർ പുടിനെതിരെ രാജ്യാന്തര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. റഷ്യയിൽ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന ഓഫീസിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന മരിയ അലക്സനേവ, ലവ്ലോവ, ബെലോവ ഉൾപ്പെടെയുള്ളവർക്കും ഇതേ കേസിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചുഴലിക്കാറ്റിനിടയിൽ ഇന്ത്യയുടെ നിലപാടാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്, അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും പുടിനെ കൈവിടില്ല, പുടിനെ ഉപേക്ഷിക്കില്ല. ട്രംപിന്റെ ഏതു ചതികളും ഇന്ത്യയെ വഴിതെറ്റിക്കുകയുമില്ല എന്നതാണ് വാസ്തവം. പുടിന്റെ അറസ്റ്റിന്റെ സാധ്യത ഉയരുന്ന നിമിഷം മുതൽ തന്നെ പാശ്ചാത്യ ശക്തികൾ തങ്ങളുടെ നയതന്ത്ര ജാലകം ശക്തിപ്പെടുത്തിയെങ്കിലും ഇന്ത്യയുടെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം എന്തെന്നാൽ ലോകരാഷ്ട്രീയത്തിലെ യഥാർത്ഥ പങ്കാളിത്തം ബന്ധങ്ങളുടെ ആഴത്തിലാണ്, താൽക്കാലിക സമ്മർദ്ദങ്ങളിലല്ല. മോദിക്കും പുടിനുമിടയിലെ ബന്ധം രണ്ടു രാജ്യങ്ങൾക്കിടയിലെ സാമാന്യ കൂട്ടുകെട്ടല്ല, ഭാരതത്തിന്റെ തന്ത്രപരവും സൈനികവുമായി വരുന്ന ഭാവിയെ നിർണയിക്കുന്ന അടിത്തറ കൂടിയാണത്. അതിനാൽ ലോകം മുഴുവൻ പുടിന്റെ അറസ്റ്റ് വാറന്റ് ചർച്ച ചെയ്യുമ്പോഴും മോദി പുടിനെ ഒരു കുറ്റവാളിയായി കാണുന്നില്ല, മറിച്ചൊരു പ്രധാന കൂട്ടാളിയായും ആഗോള ശക്തി സമവാക്യത്തിൽ ഇന്ത്യയുടെ തൂക്കത്തെ ഉയർത്തുന്ന നിർണായക പങ്കാളിയായുമാണ് ഇന്ത്യ പുടിനിൽ കാണുന്നത്. 20ാം നൂറ്റാണ്ടിലെ ശീതയുദ്ധത്തിന്റെ നിഴൽ ഇപ്പോഴും അമേരിക്കൻ ശക്തികളിൽ തുടരുന്നുണ്ട്. റഷ്യയെ ഒറ്റപ്പെടുത്തുകയും ഇന്ത്യയെ നല്ല പോലെ കൈക്കുള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ട്രംപിന്റെ പൂർണ്ണമായ തുടർ ലക്ഷ്യം. ഇന്ത്യ പഴയകാലത്തിലെ പാശ്ചാത്യ ആശ്രിത രാഷ്ട്രമെന്ന വ്യാജ ഭ്രമത്തിലാണ് ട്രംപ് ആദ്യം ഓരോന്ന് കാണിച്ചു കൂട്ടിയത്. പക്ഷെ ഇന്നത്തെ ഇന്ത്യയെ കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാകും, മോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം ഒരു വിധേയ രാഷ്ട്രമല്ല, തനിക്ക് വേണ്ടി നിലപാട് നിർണയിക്കുന്ന സ്വതന്ത്ര ശക്തിയാണ്. അതുതന്നെയാണ് ട്രംപിന്റെ പല തീരുമാനങ്ങളിലും പിന്നീട് മാറ്റം വരാൻ കാരണമിടയാക്കിയത്. ട്രംപ് ശ്രമിക്കുന്നത് രണ്ട് പ്രധാന കാര്യമാണ്. ഒന്നാമത്, പുടിനെ ഒറ്റപ്പെടുത്തുന്ന ഗ്ലോബൽ സമ്മർദ്ദത്തിൽ ഇന്ത്യയും ചേരണമെന്ന നിർബന്ധം. രണ്ടാമത്, ഇന്ത്യയെ അമേരിക്കൻ വലയത്തിലേക്ക് കൂടുതൽ കടത്തിവിടുന്നതിനായി ഭീഷണിയും സമ്മർദ്ദവും ചേർന്ന ഒരു കളി. എന്നാൽ മോദിയുടെ ശൈലി ഒരിക്കലും ഈ വലയത്തെ ഭയപ്പെടുകയോ വഴങ്ങുകയോ ചെയ്യില്ല. ഇന്ത്യ ഇന്ന് അമേരിക്കയുടെ കൂട്ടാളിയാണ്, പക്ഷെ അതിന്റെ വില സ്വന്തം തന്ത്രം നഷ്ടപ്പെടുന്ന തരത്തിൽ മാറാൻ അനുവദിക്കില്ല എന്ന കാര്യം വാസ്തവമാണ്. അതിനാൽ തന്നെയാണ് മോദി പുടിനെതിരായ അന്താരാഷ്ട്ര നിയമ നടപടികളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദീർഘകാല താല്പര്യത്തെ ഉപേക്ഷിക്കാത്ത നിലപാട് തന്നെയായിരിക്കും കൈക്കൊള്ളുന്നതെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പുടിൻ അറസ്റ്റിലാകുന്നത് ആഗോളവേദിയിൽ വലിയ കൊലവിളി സൃഷ്ടിക്കുമെന്നത് സത്യമാണ്. പക്ഷേ ഇന്ത്യയുടെ നിലപാട് ഒരു ശക്തിയെയും ആശ്രയിക്കാതെ, ഒരു ശക്തിക്ക് മുന്നിലും മുഴുവനായും കീഴടങ്ങാതെ സ്വന്തം വഴിയിൽ നടക്കുക എന്നതാണ്. പുടിന്റെ അറസ്റ്റിനു ശേഷം റഷ്യയിൽ ഉണ്ടാകുന്ന ശക്തി പുനഃസംഘടനയോ അമേരിക്കൻ സമ്മർദ്ദമോ ഏതുമാകട്ടെ, മോദി ഉറപ്പുവരുത്തുക ഇന്ത്യക്ക് നഷ്ടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നതിലായിരിക്കും. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് റഷ്യയുടെ പങ്ക് നിർണായകമാണ്, ബ്രഹ്മോസ് മുതൽ ആകാശ പ്രതിരോധം വരെ. എന്നാൽ പുടിനെ ഉപേക്ഷിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ ഭാവിയെ തന്നെ തകർക്കും. ഇത്തരം മൗഢ്യ രാഷ്ട്രീയം മോദി ഒരിക്കലും അനുവദിക്കില്ല. ട്രംപ് കണക്ക് കൂട്ടുന്നത് ഇന്ത്യ ഭയം കൊണ്ട് അമേരിക്കൻ പാളയത്തിലേക്ക് ചാടിയെത്തുമെന്നാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യ അതല്ല. ഇന്ത്യക്ക് അമേരിക്കയുടെയും റഷ്യയുടെയും ബന്ധമുണ്ട്. അതേസമയം രണ്ടും തുല്യമായി കൈകാര്യം ചെയ്യാനുള്ള രാഷ്ട്രീയ ധൈര്യം മോദിക്കുമുണ്ട്. പുടിനെതിരെ ഏതോ കോടതി ഉത്തരവുണ്ടായതുകൊണ്ട് ഇന്ത്യ നാളുകളായി പടുത്തുയർത്തിയ വളർച്ചയുടെ പടവുകൾ പിഴുതെറിയുന്നതല്ല മോദിയുടെ നയം. ഇന്ത്യക്ക് വേണ്ടത് സ്വതന്ത്ര നിലപാടാണ്. അത് തന്നെയാണ് മോദിയുടെ ശൈലി. അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കരുത്ത്. യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഏറ്റവും വലിയ ഭയം അതാണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന ശക്തി അമേരിക്കയുടെ ഏകാധിപത്യ നയത്തെ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പുടിനെതിരായ അന്താരാഷ്ട്ര നീക്കങ്ങളെ വേഗത്തിലാക്കാനും ഇന്ത്യയെ അവരുടെ ഭാഗത്ത് കൊണ്ടുവരാനും ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ആത്മവിശ്വാസം ഇപ്പോൾ വേറെയാണ്. ആഗോളവേദിയിൽ പാശ്ചാത്യന്മാരുടെ നിർദ്ദേശം അനുകരിച്ചും അവരുടെ സമ്മർദ്ദം കേട്ടും ഇന്ത്യ നീങ്ങുന്ന കാലം അവസാനിച്ചു. അതുകൊണ്ട് തന്നെ പുടിനെതിരായ നടപടി എത്ര കടുത്തതായാലും, പുടിൻ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ ലോകം എത്ര മാറിയാലും ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരിക്കലും അപ്രതീക്ഷിത മാറ്റം ഉണ്ടാകില്ല. മോദി പുടിൻ എന്ന വ്യക്തിയെയല്ല സംരക്ഷിക്കുന്നത്, ഇന്ത്യയുടെ തന്ത്രപരവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തെയാണ് സംരക്ഷിക്കുന്നത്. ലോകശക്തികൾ തങ്ങളുടെ കളികൾ കളിക്കട്ടെ, ഇന്ത്യ തന്റെ വഴിയിൽ തന്നെയായിരിക്കും നടക്കുക.